ചാക്കോച്ചനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ചാക്കോച്ചൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത വേട്ട എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ്. വളരെ വിജയകരമായി തന്നെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു ചിത്രം മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു, വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത പോലും അറിയാതെയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ രാജേഷ് പിള്ള വളരെ ആകസ്മികമായി നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വേർപിരിഞ്ഞു പോയത്. എന്തായാലും ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ചാക്കോച്ചൻ. നമസ്കാരം. എന്തായാലും എനിക്ക് തോന്നുന്നു ആ ഒരു കലാകാരൻ്റെ മുന്നിൽ വളരെ ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ. ഇപ്പോൾ രാജേഷ് പിള്ള എന്ന സംവിധായകൻ മലയാള സിനിമയുടെ എന്താ പറയുക മറ്റൊരു പാത തുറന്നിട്ട് തന്നൊരു സംവിധായകനാണ് ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ. അദ്ദേഹത്തിൻ്റെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് അറിയാം അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ 4 ചിത്രങ്ങളിലും 3 ചിത്രങ്ങളിലും ഭാഗമാവാൻ കഴിഞ്ഞ ആളാണ് ചാക്കോച്ചൻ. എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ അടുത്തൊരു ബന്ധം നിങ്ങൾ തമ്മിൽ കാണുമല്ലോ. എന്താണ് ആ ഒരു വ്യക്തിയെക്കുറിച്ചൊന്ന് പറയാം? രാജേഷ് പിള്ള എന്ന സംവിധായകനെ ആണ് ഞാൻ ആദ്യം അറിയുന്നത്. പക്ഷേ ആ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ ഒരു പരാജയമായതുകൊണ്ട് രാജേഷ് എന്ന സംവിധായകനെ കുറിച്ച് ആദ്യം എനിക്ക് വലിയ മതിപ്പില്ലായിരുന്നു. പക്ഷേ സിനിമയോട് അദ്ദേഹത്തിന് ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യ സിനിമയിൽ എനിക്ക് ഒരു ചെറിയൊരു ഫീല് കിട്ടിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഈ പറയുന്ന പോലെ ഓൾമോസ്റ്റ് ഒരു തുടക്കക്കാരനാണ്. സിനിമയെ അങ്ങനെ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ട്രാഫിക്കിൽ വരുമ്പോൾ അത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനും സിനിമയിലേക്ക് വരുന്നത്. ട്രാഫിക്കിൽ ആ ഒരു സമയത്താണ് ട്രാഫിക് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ട്രാഫിക്കുമായിട്ട് രാജേഷ് പിള്ള വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനും ഒരു ലൈഫിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്, രാജേഷും ഒരു ലൈഫിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരവസരത്തിൽ ഒരു ചാൻസ് എടുക്കണമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു ആദ്യ ചിത്രത്തിൻ്റെ പരാജയത്തിന് ശേഷം എല്ലാ അർത്ഥത്തിലും ഡൗൺ ആയിട്ടിരുന്ന ഒരാൾ പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ട്രാഫിക് എന്ന സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ വളരെ പ്രകടമായിട്ടുള്ളൊരു മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡിലും കാഴ്ചപ്പാടിലുമൊക്കെ കുറച്ചുകൂടെ എൻതൂസിയാസ്റ്റ് ആയിരുന്നു, കുറച്ചും കൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളി പിന്നീട് കാണുന്നത്. കുറച്ചും കൂടെ പാഷനേറ്റ് ആയിട്ട് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആ ഒരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തായിരുന്നു. അത് തന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പേടി ഉണ്ടായിരുന്നു, വേണോ വേണ്ടയോ എന്നുള്ളത്. സ്ക്രിപ്റ്റിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റിൽ. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ തലത്തിലേക്ക് രാജേഷ് എന്ന സംവിധായകൻ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ പഠിച്ച് ഹോംവർക്ക് ചെയ്തിട്ടാണ് രാജേഷ് എന്ന സംവിധായകൻ വന്നത്. അത് പിന്നീട് പോകെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും ഷൂട്ടിങ്ങിന് ശേഷം സ്ക്രിപ്റ്റിനേക്കാൾ നല്ല രീതിയിൽ ആ ഒരു ഫിലിം കൊണ്ടുവന്നപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ രാജേഷ് വളരെയധികം മുമ്പോട്ട് പോയി. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ ശരീരത്തിൽ ഒരു കുട്ടിയുടെ മനസ്സാണ് പുള്ളിക്കുള്ളത്. നമ്മൾ സാധാരണ ചിലപ്പം പ്രായം ഏറുന്തോറും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കും. പക്ഷെ പുള്ളി അപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാശി പിടിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഭയങ്കര ഒരു ടെൻസ്, ഇപ്പം ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണെന്ന് ചോദിക്കുക, ലൈറ്റ് പോകാൻ പോകണം, ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യാൻ പോകണം, അതിന് മുമ്പ് ഒരു സീൻ എടുത്ത് തീർക്കണം, ഷോട്ട് എടുത്ത് തീർക്കണം. അങ്ങനെയുള്ള സമയത്തായിരിക്കും പുള്ളിക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പം ഒരു പിണങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ഒരു പീസ് കേക്ക്, അതും എനിക്ക് കിട്ടിയില്ല, എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പിള്ളേര് ചിണുങ്ങുക എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ രീതിയിൽ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ആയിരുന്നു പുള്ളി. അത് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു നന്മയാണ് കാണിക്കുന്നത്. മനസ്സിൽ അങ്ങനെ ആരോടൊരു വലിയ ദേഷ്യമോ അല്ലെങ്കിൽ പകയോ ഒന്നുമില്ല, പരിഭവം കാണുമായിരിക്കും. അത് പക്ഷേ സ്നേഹം കൊണ്ടുള്ള പരിഭവം. ഇപ്പം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും പുള്ളി. അതേ സ്നേഹം തിരിച്ചും പ്രതീക്ഷിക്കും. ചിലപ്പോൾ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ പുള്ളി നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടായിരിക്കും കണക്കാക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത്. അപ്പം സ്നേഹത്തിൻ്റെ പുറത്തുള്ള ഒരു പൊസസീവ്നെസ് ഉണ്ട് പുള്ളി. ഇപ്പം ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഇപ്പോൾ ലൊക്കേഷനിൽ ചിലപ്പം എൻ്റെ വൈഫിനെ കാണാനായിട്ട് വരില്ലെങ്കിൽ കൂടെ വരും പ്രിയ. വരുമ്പം ഞാനും പ്രിയയും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ പുള്ളി ദൂരെ നിന്ന് ഇങ്ങനെ നോക്കും. എന്നിട്ട് ചാക്കോച്ചൻ വന്നേ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറയും, ഇത് എൻ്റെ ചാക്കോച്ചനാ, പ്രിയയുടെ ചാക്കോച്ചനല്ല. അങ്ങനെയൊക്കെ എൻ്റെ മിഠായി ഞാൻ ആർക്കും തരത്തില്ല. അപ്പൊ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോട് സ്നേഹിക്കുന്ന ഒരു ആളായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു സിനിമയോടുള്ള സ്നേഹവും. എനിക്ക് തോന്നുന്നു സ്വന്തം ജീവിതത്തെക്കാൾ ആരോഗ്യത്തെക്കാൾ പുള്ളി സിനിമയെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ് സ്വന്തം ആരോഗ്യം പോലും ഒരു പരിധി കൂടുതൽ ശ്രദ്ധിക്കാതെ വന്നതിൻ്റെ ഒരു ഇതിൽ പുള്ളി ഇതിന് ലൊക്കേഷനിൽ ഈ സിനിമയുടെ ഒരു എന്താ പറയുക തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഷൂട്ട് നടക്കുന്ന സമയത്തും ഡോക്ടേഴ്സ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അല്ലേ, ട്രീറ്റ്മെന്റ്. ഇതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് പുള്ളിയുടെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് മാത്രമാണ് പുള്ളി ഇങ്ങനെ നേരത്തെ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി പുള്ളിക്ക് ഉള്ളത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്നുള്ള സംഭവം. അത് കുറച്ച് ഹെറിഡിറ്ററി ആണ്. രാജേഷിൻ്റെ അമ്മയ്ക്ക് അസുഖമുണ്ടായിരുന്നു. രാജേഷ് അത് മറച്ചു വെച്ചിട്ടാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു 90% ജീവിച്ചത്. അത് ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയപ്പോൾ മാത്രമാണ് തൻ്റെ അസുഖം ഇതാണെന്ന് ബാക്കിയുള്ളവർക്ക് പോലും അറിയുന്നത്, ബാക്കിയുള്ളവർക്ക് പോലും പറയുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് മാത്രമല്ല, ഒരു ഹെറിഡിറ്ററി ഫാക്ടറും കൂടി ഇതിലുണ്ട്. ഓഫ്കോഴ്സ് അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ടും ടേക്ക് കെയർ ചെയ്തില്ല എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടി, അത് സത്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ സത്യം ഒരു ഹെറിഡിറ്ററി ഫാക്ടറും കൂടി ഉണ്ട്, അണ്ടർലൈങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ അവയവദാനം എന്നുള്ളൊരു സംഭവമാണ്. ഓൾറെഡി നേരത്തെ അത് അറിയുന്നതുകൊണ്ടാണ് ഇപ്പോൾ അമ്മയ്ക്ക് അസുഖമാണ് അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ചിന്തിക്കുകയാണ് അല്ലേ, ആ ഒരു അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് അറിഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബേസിക്കലി ഒരു ഫൈറ്റർ അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും തിരിച്ച് സിനിമയിലേക്ക് വീണ്ടും വരണം, എന്താ പറയുക, നല്ല രീതിയിൽ തിരിച്ചു വരണം, നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള ആദ്യത്തെ ഒരു പോസിറ്റീവ് തോട്ട്സ്, ഒരു ചിന്തകൾ കൊടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ സഞ്ജയ് ആണ്. അപ്പോൾ സഞ്ജയ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് അദ്ദേഹത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് സിനിമയിലോട്ടുള്ള പാഷൻ കൂടുതൽ ആക്കിയിട്ടുണ്ട്. അപ്പം സിനിമയോടുള്ള പാഷനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും ഓവർകം ചെയ്തിട്ട് സിനിമയിൽ നിൽക്കാനായിട്ടുള്ളൊരു ത്രൈവ് പുള്ളിക്കുണ്ട്. എനിക്കറിയാം, എൻ്റെ അടുത്ത് രാജേഷ് പറഞ്ഞൊരു വലിയ ഡോക്ടർ അദ്ദേഹത്തിന് 2 മാസത്തെ ആയുസ്സേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഒരു 6-7 മാസത്തോളം വീണ്ടും ജീവിച്ചു. അങ്ങനെ ജീവിക്കാനായിട്ടുള്ള ഒരു ത്രൈവ് അല്ലെങ്കിൽ ഇത് എനർജി കൊടുത്തത് സിനിമയാണ്. സിനിമ ചെയ്യണം, സിനിമയാണ് എൻ്റെ എല്ലാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഒറ്റ വാചകത്തിൽ എല്ലാ രീതിയിലും ഡൗൺ ആയിപ്പോയി, മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം. പക്ഷെ എന്നിരുന്നാലും സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹം വേട്ട തുടങ്ങി. പലരും പറഞ്ഞു സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇത് പൂർത്തീകരിക്കില്ല, സിനിമ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയ്ക്കും ഇത് രാജേഷ് രക്ഷയില്ല. കാരണം ഷൂട്ടിങ്ങിനിടയ്ക്ക് പല സമയങ്ങളിലും വയ്യാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും വളരെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്ത്, A to Z കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത്, ഡബിങ്ങിനായാലും റീ റെക്കോർഡിങ്ങിനായാലും ഫൈനൽ മിക്സിങ്ങിനാണെങ്കിലും അതിന് അദ്ദേഹം എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയി ഫൈനൽ മിക്സിങ്ങിന്. അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് സെൻസറിന് കൊടുത്തിട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ച് എറണാകുളത്തേക്ക് വന്ന് എറണാകുളത്ത് നിന്നും സിനിമ കാണണം എന്ന് വാശി പിടിച്ചത്. അപ്പം ആ ഒരു വാശി മാത്രമാണ് നടക്കാതെ പോയത്, തിയേറ്ററിൽ സിനിമ കാണുക എന്നുള്ളൊരു ആഗ്രഹം. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ആ സിനിമയോടുള്ള ഒരു പാഷൻ അല്ലേ, അതാണ് ശരിക്കും ആ ഒരു ഡെഡിക്കേഷനാണ്. കാരണം സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചുകൊണ്ടാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇത് വന്നത്. ശരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് ആ ഒരു ഫിലിമിൽ കാണാനും നമുക്ക് സാധിക്കും. ശരിക്കും വേട്ട രാജേഷ് പിള്ളയുടെ അവസാനത്തെ ചിത്രം എന്നുള്ള രീതിയിലായിരിക്കും അറിയപ്പെടുക. പക്ഷെ അതിനേക്കാൾ ഉപരി വേട്ട മലയാള സിനിമയിലെ പുതിയൊരു ജനസിൽപ്പെട്ട സിനിമയുടെ തുടക്കമാണ്. അതായത് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മൈൻഡ് ഗെയിം ത്രില്ലർ എന്നുള്ള ജനസിൽപ്പെട്ട ഒരു സിനിമ ആദ്യം വരുന്നത്.
ട്രാഫിക് ചിലപ്പോൾ ഒരു ഇമോഷണൽ ത്രില്ലർ ആയിരിക്കാം. തീർച്ചയായിട്ടും. അപ്പം അത് കഴിഞ്ഞിട്ട് വേട്ടയിലേക്ക് വരുമ്പോൾ അതൊരു മൈൻഡ് ഗെയിം ഫാക്ടറാണ്. ഇതിൽ ശരിക്കും 3 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു മൈൻഡ് ഗെയിമാണ്. മഞ്ജു ചെയ്യുന്ന ശ്രീബാല IPS എന്ന ക്യാരക്ടർ, ഇന്ദ്രജിത്ത് ചെയ്യുന്ന സൈലക്സ് എബ്രഹാം എന്ന ക്യാരക്ടർ, എൻ്റെ മെൽവിൻ ഫിലിപ്പ് എന്ന ക്യാരക്ടർ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൈൻഡ് ഗെയിം 3 പേര് മാത്രമല്ല, 4മതൊരാളും കൂടെ ഉണ്ട്. ഒരു വ്യക്തി കൂടി. 4മത്തെ വ്യക്തി എന്ന് പറയുന്നത് സിനിമ കാണുന്ന പ്രേക്ഷകനാണ്. ഈ 3 പേര് തമ്മിലുള്ള മൈൻഡ് ഗെയിമിലേക്ക് ഈ പ്രേക്ഷകനും കൂടെ കയറുമ്പോൾ മാത്രമാണ് വേട്ടയുടെ പ്ലോട്ട് കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഈ മലയാളികൾ പൊതുവെ നമ്മൾ സ്വല്പം ബുദ്ധി കൂടുതലുള്ള ഞാനിപ്പോ അത് പറയാൻ പോയിരുന്നു. വേട്ട ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ സിനിമകൾ മാത്രമല്ല, പൊതുവെ എല്ലാ സിനിമകളും വളരെ സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്യുകയും പഠിക്കുകയും കാണുകയും ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും എല്ലാം വളരെ കറക്റ്റാണ്, ഓൾമോസ്റ്റ് കറക്റ്റാണ്. അപ്പം പുള്ളി ഈ രാജേഷ് പിള്ളയുടെ അടുത്ത പടം എന്നുള്ളത് പറഞ്ഞിട്ട് ഭയങ്കര ത്രില്ലായിട്ടിരിക്കും. അപ്പം ചില ടീസേഴ്സിൻ്റെയും അല്ലെങ്കിൽ ചില പോസ്റ്റേഴ്സിൻ്റെയൊക്കെ ഇത് കണ്ടിട്ട് പുള്ളീൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഇത് ഈ വേട്ട എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്ലോട്ടാണോ, ഒരു മൈൻഡ് ഗെയിം ആണെന്ന് പറയുന്നത്, ചില ക്ലൂസും കാര്യങ്ങളൊക്കെ ചില പോസ്റ്റേഴ്സും ഉണ്ട്. അപ്പം ഇതാണോ കഥ, ഒരു റിവെഞ്ച് അങ്ങനത്തെ സംഭവങ്ങൾ, ഇവർ തമ്മിൽ 3 പേര് തമ്മിലുള്ള സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉദ്ദേശത്തിലുള്ള കഥ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പ്ലോട്ട് പറഞ്ഞു. ഞാൻ ശരി, ഇനി നമുക്ക് സിനിമ തിയേറ്ററിൽ കാണാം. അപ്പൊ അദ്ദേഹത്തിനെയും കൂടെ ഞാൻ ആ ഒരു ഗെയിമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ എന്തൊക്കെയോ ഉണ്ട്, നോക്കാം. ശരി, നമുക്ക് നോക്കാം. പടം ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞു സംഭവം കൊള്ളാം, ഞാൻ വിചാരിച്ചതുപോലെയല്ല. അപ്പം ശരിക്കും വേട്ടയുടെ ഒരു ക്യാച്ച് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം ഇന്റർവ്യൂല് വരെ ആർക്കും പ്രത്യേകിച്ചൊന്നും പിടികിട്ടത്തില്ല എന്താണ് സംഭവിക്കുന്നത്. ഞാൻ സിനിമ കണ്ട വ്യക്തിയാണ്, എന്താ പറയുക, തിയേറ്ററിൽ ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. കാരണം നമ്മൾ ഫ്രം ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ നമ്മളിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ നല്ല ബുദ്ധി കൂടുതലാണ്. നമ്മൾ ഇങ്ങനെയായിരിക്കും, അവിടെ വന്നപ്പോൾ ഒരു ട്വിസ്റ്റ്, അതങ്ങനെയല്ല. പിന്നെ അങ്ങനെ ഓരോ ഭാഗവും ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു സസ്പെൻസ് ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ ഈ 4മത് നമ്മൾ പ്രേക്ഷകൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുമെന്ന് തോന്നിപ്പിച്ച് പെട്ടെന്ന് ആ ഒരു ട്വിസ്റ്റ് വരുമ്പോൾ അവിടെയാണ് ശരിക്കും വേട്ട വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേട്ട സിനിമ ഫുൾ ലാസ്റ്റ് ഷോട്ടും കഴിഞ്ഞിട്ട് രാജേഷ് പിള്ള ഫിലിം എന്ന് പറയുമ്പോൾ ആൾക്കാർ എണീറ്റ് നിന്ന് കൈയിടിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും വേട്ടയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ രാജേഷിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. പ്രേക്ഷകരുടെ നേരിട്ടുള്ള ഈ പറയുന്ന ഒരു അപ്ലോസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കഥ ലാൻഡ് ചെയ്തപ്പോൾ അരുൺ ഇതിൻ്റെ കഥ പറയുമ്പോൾ ഈ മൈൻഡ് ഗെയിം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, എങ്ങനെ ഇതിനൊരു ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ജനങ്ങളിലേക്ക്. കാരണം ഒരു ജെനുവിൻ റീസൺ വേണം. നമ്മൾ സാധാരണ റിവെഞ്ച് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു കാര്യം, വൈഫിനെ റേപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊച്ചിനെ എന്ത് കാണാതെ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് ഭാഗ്യത്തിന് ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതിനെ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ബാക്കി കാര്യങ്ങളും ബാക്കി ക്യാരക്ടേഴ്സും ബാക്കി കഥകളും ഒക്കെ വീവ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ജെനുവൻ ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലോട്ട്, ഒരു ഇൻസിഡന്റ് കിട്ടിയത് കൊണ്ട് ബാക്കി കംപ്ലീറ്റ് പ്ലോട്ടിന് ഒരു ജെനുവിനിറ്റിയും ഒരു കണക്ടിവിറ്റിയും റിയലിസ്റ്റിക് ഫീലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ സാധാരണക്കാരുമായിട്ടും കൂടെ വേട്ടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് സാധാരണക്കാരൻ്റെ ചിന്തകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് സിനിമ പോകുന്നത്. നമ്മൾ എന്താ പറയുക, ഒരു ബുദ്ധിപൂർവം ഒരാളുടെ ചിന്തകളാണ് ഈ ഒരു സിനിമയിലേക്ക് ശരിക്കും. പിന്നെ വേറെ കാര്യം, വേട്ട ആവശ്യപ്പെടുന്നത് ആൾക്കാരുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയാണ്. അത് ഞാൻ പറഞ്ഞ, നമ്മൾ ഫ്രം ഫസ്റ്റ് തുടങ്ങി ഇതിൽ അങ്ങനെ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യുന്നുണ്ടല്ലോ കുറേ കാര്യങ്ങൾ. പക്ഷെ സിനിമയായിട്ട് തന്നെ കാണുക എന്നുള്ളതാണെങ്കിൽ കൂടിയും നമ്മുടേതായിട്ടുള്ളൊരു എന്താ പറയുക, ഇതിൽ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പേസിങ് മറ്റ് ത്രില്ലേഴ്സിനെ പോലെ അത്ര ഫാസ്റ്റ് പേസ്ഡ് അല്ല.
കാരണം അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു സോഫ്റ്റ് പേസിലാണ് പോകുന്നത്. ലാസ്റ്റ് മൊമെന്റുകളിലുള്ള ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും വേട്ട ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ മഞ്ജു ചേച്ചി ആണെങ്കിലും ശ്രീബാല എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി എല്ലാം ഭയങ്കര ഒരു ഫിറ്റാണ് ആ ഒരു ഫിലിമിന് വേണ്ടിയിട്ട്. ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിമും രണ്ടാം വരവിലുള്ള ഫസ്റ്റ് ഫിലിം ഹവളുടെ അറിയും, അതിലും ചാക്കോച്ചൻ പാട്ടായിട്ടുണ്ട്. ശരിക്കും അതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ശരിക്കും റോഷൻ ആൻഡ്രൂസ് തന്നെ പറയുന്നുണ്ട് ചാക്കോച്ചനോട് ഈ ഒരു ക്യാരക്ടർ പറയാൻ എങ്ങനെ ഇത് സ്വീകരിക്കും എന്നറിയില്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ എന്താ പറയുക, ആ ഒരു സ്പേസ് വളരെ ഭംഗിയായിട്ട് ചാക്കോച്ചൻ ചെയ്തു. ആ ഒരു ഇതിൽ ഫിലിം ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിരുന്നിട്ട് പോലും അത് സമ്മതിക്കാൻ ഒരു വിമുഖതയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ശരിക്കും ഹീറോ അങ്ങനത്തെ ഹീറോ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം അങ്ങനെ ഒരിക്കലും ഇല്ല. ഇതിൽ ശരിക്കും ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് അതാണ് എന്നെ ആദ്യം ആകർഷിക്കുന്ന ഘടകങ്ങൾ. ഇപ്പം നല്ല സിനിമയുടെ ഭാഗമായിട്ട് സാധിക്കും. ഇപ്പം റോഷൻ്റെ പടത്തിൽ ആദ്യമായിട്ടാണ് അഭിനയിച്ചത്. സഞ്ജയ് എനിക്ക് ലൈഫ് എന്ന ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റായിട്ട് നല്ലൊരാളാണ്. അപ്പോൾ സഞ്ജയ് ആയിട്ട് അങ്ങനത്തെ ഒരു റാപ്പും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ രണ്ട് ടാലൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് അവർ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർമ്മയിൽ നിൽക്കാത്തൊരു ക്യാരക്ടർ എന്നെ പറ്റിക്കില്ല എന്ന് എനിക്കറിയാം. അതിലൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പിന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തീരുമാനം തെറ്റല്ല എന്ന് തന്നെയാണ് അതിന് കിട്ടിയ രാജീവ് എന്ന ക്യാരക്ടറിന് കിട്ടിയിട്ടുള്ള അപ്രീസിയേഷൻ. ശരിക്കും എന്താ പറയുക, കുട്ടികളുടെ വളർച്ചയാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വളരെ ഇരുത്തം വന്നിട്ടുള്ളൊരു അഭിനയ രീതിയായിരുന്നു അതിൽ ചാക്കോച്ചൻ. കാരണം എന്താ പറയുക, ഇതിനു മുന്നേ വളരെ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ചെറുപ്പക്കാർക്ക് മാത്രമല്ല വയസ്സായ ആളുകൾക്ക് പോലും ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന രീതിയിലുള്ള അതായിരുന്നു. അതിനുശേഷം വന്ന് സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ട്രാഫിക്, അങ്ങനെ പിന്നീട് ഒരുപാട് വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ ചെയ്യാം. പിന്നെ വന്ന സിനിമകളെല്ലാം തന്നെ ഇപ്പോൾ ബീച്ചൻ്റെ ആ ഒരു കൂട്ടുകെട്ടാണെങ്കിലും സീനിയേഴ്സ്, ഓർഡിനറി എല്ലാം പറഞ്ഞാൽ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ട് ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് ചാക്കോച്ചൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന് ചെയ്യാനൊരിത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കഥ പോകുന്നൊരു സ്റ്റൈലിൽ. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മുന്നൊരുക്കങ്ങൾ? ഇല്ല, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മുന്നൊരുക്കങ്ങൾ ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ട് വന്നാൽ ഞാൻ വളരെ സ്റ്റക്കാവും. ഞാൻ അതിൽ കംഫർട്ടബിൾ അല്ല. അങ്ങനെ വന്നാൽ ഞാനൊന്ന് പതറും. ഞാൻ ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വളരെ ഓപ്പൺ മൈൻഡഡ്, ഒരു ഇൻഹിബിഷൻസ് ഇല്ലാതെയാണ് വരുന്നത്. ക്ലീൻ ആയിട്ട് എന്തിനും റെഡി എന്നുള്ളതിലാണ് വരുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു സ്ക്രിപ്റ്റിലാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററിലാണ്, അല്ലെങ്കിൽ ഡയറക്ടറിലാണ്. അവരുടെ ഭാവനയിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ്, ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നുള്ളത്. അപ്പം അങ്ങനെ വളരെ വ്യക്തതയുള്ള ഡയറക്ടേഴ്സിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം വിജയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളും ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രാഫിക് എന്ന സിനിമയിലെ ക്യാരക്ടറും ഇപ്പോൾ വേട്ടയിലെ മെൽവിൻ എന്ന ക്യാരക്ടറും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും അവകാശപ്പെട്ട ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യത്തെ സിനിമ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു സിനിമ, അതിൽ ചെയ്യുമ്പം ഒരു പേടിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ട്രാഫിക്കിൽ വരുമ്പോഴും ആ ഒരു പേടി ഉണ്ടായിരുന്നു ചിത്രം വിജയിക്കുക എന്നത്. ഇപ്പോൾ ആസ് എ ഡയറക്ടർ എന്നുള്ളത് ഇപ്പോൾ പലരുടെയും സ്റ്റൈലുകൾ പലതാണല്ലോ. ഇപ്പം ചിലർ ഫുള്ളി എന്താ പറയുക സിനിമ മൈൻഡിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നത്. ഇപ്പോൾ രാജേഷ് പിള്ള എന്ന സംവിധായകൻ എങ്ങനെയായിരുന്നു ഫുള്ളി സ്റ്റഡീഡ് ആയിട്ടുള്ള? തീർച്ചയായിട്ടും രാജേഷിന് എന്താണ് വേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. പിന്നെ രാജേഷ് എല്ലാത്തിലും ഒരു ഇമോഷണൽ കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എടുക്കുന്ന ഷോട്ടുകളിലാണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു ഇമോഷണൽ ടിഞ്ച് കൊണ്ടുവരും. മനസ്സിൻ്റെ ഒരു അപ്പം അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ പുള്ളി മോൾഡ് ചെയ്യുന്നത് രസമാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു ഷോട്ട് നമ്മൾ അഭിനയിക്കുന്നു, ഒരു ഡയലോഗ് നമ്മളിങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അത് പുള്ളി മോണിറ്ററിൽ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും, പെട്ടെന്ന് എല്ലാവരോടും പുറത്തു പോകാൻ പറയും. ഇപ്പം നമ്മളിങ്ങനെ ഒരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ
ബാക്കി എല്ലാവരോടും പുറത്തു പോകാൻ പറയും. ക്യാമറാമാനും ടെക്നീഷ്യൻസ്, ലൈറ്റ് ബോയ് എല്ലാവരും ഗെറ്റ് ഔട്ട് എന്ന് തന്നെ പറയും. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ചാക്കോച്ചാത് അല്ലെങ്കിൽ മഞ്ജു, ഇന്ദിര, നമുക്ക് ഇതാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ആ ലുക്ക് അത് അത്രയും മതി, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരു പേസിങ് ഇത്രയും മതി. അപ്പൊ അത് ബാക്കി ആരും കേൾക്കാതെ നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ഇവൻ ആരടാ, അല്ലെങ്കിൽ ബാക്കിയുടെ മുമ്പ് വെച്ച് നമ്മൾ ചിലപ്പോൾ സീനിയർ ആയിരിക്കാം, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാക്കാതെ പുള്ളി വളരെ ഇന്റിമേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിലെ മെൽവിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും, അല്ലെങ്കിൽ ശ്രീബാല IPS എന്ന ക്യാരക്ടറും, അല്ലെങ്കിൽ സൈലക്സ് എബ്രഹാം എന്ന ക്യാരക്ടർ, അല്ലെങ്കിൽ കുട്ടേട്ടൻ ചെയ്ത ക്യാരക്ടറും എല്ലാം ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞ കാരണം കൊണ്ട് എനിക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എവിടെ പിടിച്ചാലും സസ്പെൻസ് പൊളിയോ. ഈ പടത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ഇതിനൊരു പ്രോപ്പർ ട്രെയിലർ നമ്മൾ ഇറക്കിയിട്ടില്ല, ഇതിന്റെ ഒരു പാട്ട് നമ്മളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ആൾക്കാർ ഇതെന്താണ് ഇത്ര ഓവർ കോൺഫിഡൻസ് ആണോ? അത് ഓവർ കോൺഫിഡൻസിന്റെ ഭാഗമല്ല. കാരണം ആൾക്കാർ അതുമായിട്ട് ലിങ്ക് ചെയ്ത് ഇതാണ് കഥ എന്നുള്ളത് വളരെ ഒരു പ്രീകൺസീവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. സാധാരണ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ നമുക്കറിയില്ല. ഇതിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര ടൈം എടുത്തു വേട്ട? ശരിക്കും പറഞ്ഞാൽ രാജേഷ് വേട്ട പൂർത്തീകരിച്ച് പോകുമ്പോൾ രാജേഷിനുണ്ടായിരുന്ന ചില ബാഡ് റിമാർക്സ് അത് പുള്ളി മായ്ച്ചു കളഞ്ഞിട്ടാണ് പോയത്. കാരണം ചില പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് ഒരുപാട് ദിവസം എടുക്കും, ഷൂട്ടിംഗ് ഡേയ്സ് കുറേ എടുക്കും, ചിലപ്പോൾ ബഡ്ജറ്റ് ഓവർ ബഡ്ജറ്റ് ഷൂട്ട് ഔട്ട് ചെയ്യും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷെ ആ രീതിയിൽ നോക്കുമ്പോൾ വേട്ട നമ്മൾ 100%, അല്ലെങ്കിൽ 150% സാറ്റിസ്ഫൈ ആയിട്ടുള്ളതാണ്. കാരണം നമ്മൾ വിചാരിച്ച ദിവസങ്ങളെക്കാൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ബഡ്ജറ്റ് വിതിൻ ലിമിറ്റ്സ് ഓഫ് ദ ബഡ്ജറ്റ് നമ്മൾ ഈ ഒരു പടം തീർത്തു. അപ്പം അങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ രാജേഷ് എന്ന് പറയുന്ന ടെക്നീഷ്യനെ കുറ്റം പറയാനുണ്ടെങ്കിൽ ആ കുറ്റവും കൂടെ ഇല്ലാതാക്കിയിട്ടാണ് രാജേഷ് യാത്ര ചെയ്തത്. ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഇത് കൂടുതൽ എറണാകുളത്തുണ്ടായിരുന്നു, പിന്നെ തെന്മല അവിടെ ഉണ്ടായിരുന്നു. ഈ 2 സ്ഥലങ്ങളാണ് കൂടുതലും ഷൂട്ടിംഗ് നടന്നത്. ഈ ഒരു കഥ പറയുന്നത് ആരായിരുന്നു? രാജേഷിന്റെ ഫ്ലാറ്റിൽ പോകുമ്പോൾ രാജേഷ് പറഞ്ഞു ഇങ്ങനെ ഒരു കഥ കിട്ടിയിട്ടുണ്ട്, രസമാണ്. ആദ്യമേ 2-3 കഥകൾ പറഞ്ഞു. അതിൽ ഈ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അതിൽ കുറേ നൂലാമാലകൾ ഉള്ളതുകൊണ്ട് അതെങ്ങനെ ഒരു കഥ സിനിമയുടെ രൂപത്തിലാക്കി മാറ്റി ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരും എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് സമയം ചോദിച്ചു, അത് എഴുതിക്കൊണ്ട് വന്നു. ഒരു സീൻ ഓർഡറും കാര്യങ്ങളൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഞാൻ പറഞ്ഞൊരു റീസണിങ് വേണം, ഇത് എന്തിന് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസണിങ്. അതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് രാജേഷിന് 100% ഇത് കോൺഫിഡൻ്റ് ആയത്. ഇത് വേറൊരു ലൈനിലുള്ള ഈ പറഞ്ഞ പോലെ മൈൻഡ് ഗെയിം എന്നുള്ള രീതിയിൽ ഒരു ജനസിൽപ്പെട്ട ഒരു സിനിമ ആദ്യമായിട്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം പുള്ളിക്കുണ്ടായിരുന്നു. ചാക്കോച്ചിൻ്റെ വിശേഷങ്ങളും വേട്ടയുടെ വിശേഷങ്ങളും ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.